ഞാൻ വണ്ടി ഉണ്ടാവും. വിജയ്, ഇന്നെൻ്റെ മെഡിക്കൽ ഷോപ്പിൻ്റെ മുന്നത്തെ റൂട്ട് വഴി വേറെ കണ്ടക്ടർ ആയിരുന്നല്ലോ. അതിപ്പോൾ ഞാൻ സ്റ്റാൻഡിൽ വന്നപ്പോഴാണ് എൻ്റെ റൂട്ട് വേറെ ആയിരുന്നു. അതൊന്നും അല്ലാന്ന് എനിക്കറിയാം. എൻ്റെ മോന്ത കാണാതിരിക്കാൻ വേണ്ടിയിട്ടല്ലേ റൂട്ട് മാറി ഓടിയത്. ഞാനിപ്പോൾ പുതിയ റൂട്ട് പഠിക്കണോ നിന്നോട് ഫോണിൽ ചൊല്ലിക്കൊണ്ടിരിക്കണോ? ആളുകൾ ഫോൺ ഉപയോഗിക്കുന്ന പഞ്ചാര അടിക്കാനാ? എൻ്റെ തന്നെ ഓരോരുത്തർ നിങ്ങൾ ഈ പഞ്ചാര അടിക്കുന്നത് എന്താണ് ബിജി നീ ഈ പറയണത്? എനിക്ക് നിന്നെ മനസ്സിലാവണ്ട. എനിക്ക് നിങ്ങളെ മനസ്സിലാവില്ല, നിങ്ങൾക്ക് തന്നെ അല്ലെങ്കിലും മനസ്സിലാവില്ല. എനിക്ക് വേറെ പണിയുണ്ട് ബിജി, നീ വെച്ചിട്ട് പോയടി. ചേച്ചി മരുന്ന് എവിടെ ഇരിക്കുന്നത്? എന്താണ്? ഞാൻ എടുത്തു കൊടുത്തോളാം, മാറും. ശരി, ദേഷ്യപ്പെട്ടുണ്ടായിരുന്നു. മുത്തശ്ശിക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? സുഖല്ലേ? മുത്തശ്ശിക്ക് ഇപ്പൊ ഒരു കുഴപ്പമില്ല. അച്ഛന്റെ കൂടെ പണിക്ക് പോണം എന്നാ പറയണേ. എന്താ കുഴപ്പം? നിന്റെ അമ്മ മരിച്ച പിന്നെ ഈ പറമ്പിൽ പണിയെടുത്തിട്ടാ നിങ്ങളെല്ലാം വളർത്തിയത്. ഓ അറിയാമേ. അല്ല സുരേന്ദ്രൻ എന്തേടി? പറമ്പിൽ കാണും. ഗോപിയേട്ടൻ വന്ന് അറിഞ്ഞിട്ടുണ്ടാവില്ല. മോളെ നീ പോയി അച്ഛനെയും വിളിച്ച്. അവിടെ എല്ലാവർക്കും സുഖമല്ലടാ? ഓ പരമസുഖം. അച്ഛാ വെളിച്ചം വന്നു വാ. അതാ വരുന്നു. നിന്റെ ഭാര്യ നിന്നെ ഉപദ്രവിക്കാറുണ്ടോ? എന്താ മുത്തശ്ശി അങ്ങനെ ചോദിച്ചേ? അല്ല, നിന്നാക്കാണി വയസ്സേക്ക് മൂത്തതല്ലേ, അതുകൊണ്ടാ. മുത്തശ്ശിക്ക് കാണുമ്പോ ഇതേ ചോദിക്കാനുള്ളൂ. ഒരു മരുമോനും കൂടെ വന്നിട്ടുണ്ടല്ലോ. ഓന്റെ കാര്യം എങ്ങനെ? നല്ല പയ്യനാ. അവര് തമ്മിൽ നല്ല ഇഷ്ടത്തില്ല. ആർക്കറിയാ, അത് കുഞ്ഞുമോളുടെ മോളല്ലേ. ഓ എന്റെ മുത്തശ്ശി ഒന്ന് വാടിച്ചിരിക്കോ? മുത്തശ്ശി പറഞ്ഞൊന്നും കാര്യമൊക്കെ ഉണ്ടെന്ന് പോയേട്ടാ. ഹലോ. ഗോപിയേട്ടാ, കുഞ്ഞുമോളെടുത്തിയാ? ഞാനിവിടെ കയറുമെന്ന് അവൾക്ക് അറിയായിരുന്നു. അതാ ഇപ്പൊ എന്തായി? എന്നെ കാണാൻ വന്നത് അവൾക്ക് ഇഷ്ടായില്ല. മുത്തശ്ശി ഒന്ന് ചുമ്മാരി. കുഞ്ഞുമോളെ എന്താ എപ്പോ? KSRTC ബസ് ലോറിയുമായി കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ നിരവധി പേർക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. ഗവൺമെന്റ് ആശുപത്രിയുടെ മുന്നിലാണ്. അപകടത്തിൽപ്പെട്ടവരെയും കൊണ്ട് ആംബുലൻസുകൾ വരുന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഉച്ചയ്ക്ക് 2 മണിയോടെ KSRTC ബസ് അപകടത്തിൽപ്പെടുകയും അതിലുണ്ടായിരുന്ന ആളുകൾക്ക് വളരെയധികം ഗുരുതര പരിക്കുകൾ കോട്ടയം പാലാ റൂട്ടിൽ ഓടിക്കൊണ്ടിരുന്ന KSRTC ബസ്സും ലോറിയും തമ്മിൽ കൂട്ടിയിടിച്ചതിനെ തുടർന്നുണ്ടായ അപകടത്തിൽ സ്ത്രീകളും കുട്ടികളും അടക്കം നിരവധി പേർക്കാണ് പരിക്ക് പറ്റിയിരിക്കുന്നത്. ഉച്ചയ്ക്ക് 2 മണിയോടെ നടന്ന അപകടത്തിൽ കണ്ടക്ടർ അടക്കം 4 പേരുടെ നില അതീവ ഗുരുതരമാണെന്നാണ് ഇപ്പോൾ കിട്ടുന്ന റിപ്പോർട്ട്. കൂടുതൽ ദൃശ്യങ്ങളിലേക്ക്. ഒന്ന് സമാധാനമായിട്ടിരിക്കും, ഒരു കുഴപ്പമുണ്ടാവില്ല. മാമനൊന്നുമില്ലടാ, ഒന്നുമില്ല. ആക്സിഡന്റിൽ ഇടിയുടെ ശക്തിയിൽ വൃക്കകൾ ഡാമേജ് ആയിട്ടുണ്ട്. ഉടനെ ഒരു വൃക്കയെങ്കിലും മാറ്റിവെക്കണം. ഈ സമയം നിങ്ങളിങ്ങനെ പാനിക്കാവുകയല്ല വേണ്ടത്. എത്രയും പെട്ടെന്ന് ഒരു ഡോണറെ കണ്ടെത്തണം. ഹോസ്പിറ്റൽ ചെലവിൻ്റെ കാര്യം ഓർത്ത് തൽക്കാലം നിങ്ങളാരും ടെൻഷൻ അടിക്കണ്ട. ക്ലെയിം ഉള്ളതല്ലേ? കാശിൻ്റെ കാര്യം മാത്രമല്ലോ സാറേ, ഒരു കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യണമെന്നല്ലേ പറയണേ. അപ്പം നമുക്കൊരു ഡോണറെ കണ്ടെത്തണ്ടേ? സർക്കാർ സംവിധാനങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ എല്ലാത്തിനും അതിൻ്റെതായ സമയമെടുക്കും. പറ്റുമെങ്കിൽ സജീവനുമായി അടുപ്പമുള്ള ആരെങ്കിലും മുഖേന ഒരു ഡോണറെ കിട്ടുമെന്ന് നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കുക. ഞാനും എൻ്റെ വഴിക്ക് ട്രൈ ചെയ്യാം. ഇത് സുനിത, സജീവിൻ്റെ പെങ്ങളാണ്, എൻ്റെ ഭാര്യയാണ്. സുനിത കിഡ്നി കൊടുക്കാൻ തയ്യാറാണ്. നല്ല കാര്യം. ഇന്നത്തെ കാലത്ത് ഇതുപോലുള്ള കൂടപ്പുറപ്പുകളെ കിട്ടാമെന്ന് പറഞ്ഞാൽ അതൊരു ഭാഗ്യമാണ്. ഹലോ,
പ്ലീസ് കം ടു മൈ റൂം. ശരി മാഡം, നിങ്ങൾ വരൂ. മാഡം ആ വരൂ. ഇത് സജീവന്റെ വൈഫാണ്. സജീവന് കിഡ്നി ഡൊണേറ്റ് ചെയ്യാനായിട്ട് ഇവർക്ക് പരിപൂർണ സമ്മതമാണ്. ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് ക്രോസ് മാച്ചിങ് എല്ലാം ചെയ്തു നോക്കിയപ്പോൾ ഇവരുടെ കിഡ്നി സജീവന്റെ ആയിട്ട് കോമ്പാക്റ്റബിൾ ആണ്. സോ യു പ്രൊസീഡ് വിത്ത് ദ ലീഗൽ ഫോർമാലിറ്റീസ്. ഓക്കെ മാഡം. ഞാൻ സമ്മതിക്കില്ല. അവന് വേണ്ടി നീ നിന്റെ ജീവിതം എന്തിനാ കളയുന്നത്? ഞാൻ ജീവിച്ചിരിക്കുമ്പോ ഇത് നടക്കില്ല. നിങ്ങൾ എന്ത് തന്തയാണോ? മോള് ജീവൻ കളയുന്നത് കണ്ടില്ലേ? ആ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക്. സജീവൻ നിന്റെ ഭർത്താവാണ്, നിന്റെ പാതി. അവനെ രക്ഷിക്കേണ്ടത് നിന്റെ കടമയാണ്. താൻ എന്തൊക്കെയാണോ പറഞ്ഞു കൊടുക്കുന്നത്? ഇറങ്ങിപ്പോണോ മോളെ? നീ ഞാൻ അമ്മ എന്നെ തീരുമാനമാണ്, അതിലൊരു മാറ്റവും ഇല്ല മോളെ. എന്റെ ആകെയുള്ള ഒരു ആന്തരിയും പോയി, ഇപ്പൊ ഇവളും പോയി. എനിക്ക് ചത്താ മതി. സജീവേട്ടാ, ഞാൻ ഡിസ്ചാർജ് ആവുകയാണ് കേട്ടോ. പെയിനുണ്ടോ? 2 ആഴ്ചയായില്ലേ. സജീവേട്ടൻ ഡിസ്ചാർജ് ആയി കഴിഞ്ഞാൽ ദാസേട്ടൻ അവരുടെ വീട്ടിലോട്ട് കൊണ്ടുപോകുന്നു പറഞ്ഞു. അത് പിന്നെ ബിജിമോൾക്ക് റെസ്റ്റ് വേണ്ടേ, അതുകൊണ്ട് പറഞ്ഞിരിക്കും. ആ ഒന്നും വേണ്ട സജീവേട്ട. എനിക്ക് സജീവേട്ടനെ ഞാൻ തന്നെ നോക്കിയാലും എന്തോ ഒരു സമാധാനമാവുള്ളൂ. സുനിത ചേച്ചി അടുത്തും ദാസേട്ടൻ്റെ അടുത്തും ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടാ. നീ എനിക്ക് വേണ്ടി കുറേ വേദന സഹിച്ചില്ലേ. സ്നേഹിച്ചു തുടങ്ങിയ അന്ന് മുതൽ സജീവേട്ടൻ എൻ്റെ ജീവൻ്റെ പാതിയാണ്. ആ പാതിയാണ് ഞാൻ തന്നത്. അത് കാത്തു സൂക്ഷിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. പോട്ടെ സിസ്റ്റർ. കാത്തു സൂക്ഷിക്കണം.